നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രമുഖനായ ഒരു ക്യാൻസർ സർജനാണ് ഡോക്ടർ ജലാലുദ്ദീൻ അക്ബർ. ലോകത്തിൽ തന്നെ അത്ഭുതമായി ശ്വാസകോശത്തിൽ നിന്ന് 30ഓളം ട്യൂമറുകൾ നീക്കം ചെയ്ത അദ്ദേഹം ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ചികിത്സാ അനുഭവവും ക്യാൻസറിനെക്കുറിച്ചും ഇന്ന് നമ്മോട് വളരെ വിശദമായി സംസാരിക്കും. ലോകത്തിൽ തന്നെ വളരെ അത്ഭുതമായി ആണ് 30 ട്യൂമറുകൾ നീക്കം ചെയ്തൊരു സർജറി നടക്കുന്നത്. എങ്ങനെയാണ് ആ സർജറി, ആരെയാണ്, അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? ഇത് ആണ് ഈ ടൈപ്പ് ഓഫ് സർജറി. ഈ ബോൺ ട്യൂമേഴ്സ് ആയാൽ ലങ്സിൽ സ്പ്രെഡായാൽ ആദ്യം ഈ കീമോതെറാപ്പി എല്ലാം വരുന്നതിന് മുമ്പാണ് സർജറി ചെയ്ത് എടുക്കുക. ഒരുപാട് തിരിച്ച് വന്നാലും വീണ്ടും പോയി തിരിച്ച് എടുക്കുക. അതിന് ഒരു മാറിക്കിട്ടുന്ന ഒരു ചാൻസസ് ഉണ്ട്. കീമോതെറാപ്പി വന്ന ശേഷം ആദ്യം കീമോതെറാപ്പി കൊടുക്കുക. കീമോതെറാപ്പി കൊടുത്ത ശേഷം ബാക്കിയുള്ള ട്യൂമറിന് ഓപ്പറേറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഈ മാക്സിമം 4, 6, 8 അത്ര വരെ മാത്രമേ എടുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. അതിലധികം ആയാൽ അത് ഇന്നോപ്പറബിൾ കേസ് എന്ന് പറഞ്ഞ് നിർത്തും. അതിലധികം കൊടുക്കില്ല. അപ്പോൾ ഈ പേഷ്യൻറ്റ് വന്നപ്പോൾ ഈ പേഷ്യൻറ്റ് 4 കോഴ്സ് കീമോതെറാപ്പി കൊടുത്ത് ഈ പേഷ്യൻറ്റിന് ഡ്യൂറിങ് കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ഈ ട്യൂമർ വളർന്നുണ്ട്. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻറ്റ് ടു കീമോതെറാപ്പി. ഇതിന് വീണ്ടും കീമോതെറാപ്പി കൊടുത്താൽ ഈ പേഷ്യൻറ്റ് റെസ്പോണ്ട് ആവില്ല. ഓൺലി കീമോതെറാപ്പിൻ്റെ സൈഡ് ഇഫക്റ്റ് വിതൗട്ട് ബെനിഫിറ്റ്. അപ്പോൾ ഓൺലി ഓപ്ഷൻ ഉണ്ടായിരുന്നു ടു റിമൂവ് ഇറ്റ്. അപ്പോൾ ഈ പേഷ്യൻറ്റ് 4 പ്രാവശ്യം മുമ്പ് ഓപ്പറേറ്റഡാണ് നമ്മളിവിടെ വരുമ്പോഴേക്കും. പിന്നെയാണ് മനസ്സിലായത് ക്യാൻസർ, ബോൺ ക്യാൻസർ ലങ്സിൽ സ്പ്രെഡായത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ട്യൂമർ ബോർഡിൽ വെച്ച് ഒരുപാട് ചർച്ച നടത്തും. ഇതിനിപ്പോൾ എങ്ങനെ നമുക്ക് ശരിയാക്കി കൊടുക്കാൻ. ഇപ്പോൾ കീമോതെറാപ്പി സെക്കൻഡ് ലൈൻ കീമോതെറാപ്പിയാണ് നെക്സ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ലൈൻ കീമോതെറാപ്പി കൊടുത്താണെങ്കിൽ ഈ പേഷ്യൻറ്റ് റീനൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ചെറുങ്ങനെ ഒരു കിഡ്നി ഫെയിലിയറിന് പോകുന്നുണ്ടായിരുന്നു. കീമോതെറാപ്പി വീണ്ടും കൊടുത്താൽ ദ ചാൻസസ് ഓഫ് ലൂസിങ് ഹർ ഡ്യൂറിങ് കീമോതെറാപ്പി പ്ലസ് റെസ്പോണ്ട് ആകാതെ ഇരിക്കുന്ന ചാൻസസും കൂടുതലാണ്. ആദ്യം ഒരു ഫസ്റ്റ് ലൈനിൽ ഒരു റെസ്പോൺസ് ഇല്ലാണെങ്കിൽ സെക്കൻഡ് ലൈൻ കീമോതെറാപ്പിയും റെസ്പോൺസ് ഉണ്ടാവില്ല. ദ ചാൻസസ് ആർ ഹയർ. അപ്പോൾ ബിഫോർ ലിറ്ററേച്ചർ സെർച്ച് ചെയ്തപ്പോൾ കീമോതെറാപ്പിൻ്റെ അഡ്വാൻറ്റേജിന് മുമ്പാണ് സർജറി വാസ് ദ ഓൺലി ഓപ്ഷൻ. അപ്പോൾ ദർ വാസ് ഒരു പേപ്പർ ഉണ്ടായിരുന്നു ഫ്രം മെമ്മോറിയൽ സ്ലോൺ കേറ്ററിംഗ് ഹോസ്പിറ്റൽ USA. അപ്പോൾ ഒരു പേപ്പറിൽ ഒരുപാട് ഇങ്ങനെ ലങ്സിൽ സ്പ്രെഡായ ക്യാൻസേഴ്സിൻ്റെ ഓപ്പറേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു മാക്സിമമായി 10, 11, 6, 8 മാക്സിമം എടുത്തതാണ് 16. അതിലധികം ആരും എടുക്കാൻ പോയില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ച് പിന്നെ നമ്മൊരു വലിയ ഡിസ്കഷൻ നടത്തി പേഷ്യൻറ്റിനോട്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. നെക്സ്റ്റ് സെക്കൻഡ് ലൈൻ ആക്ച്വൽ ഓപ്ഷൻ സെക്കൻഡ് ലൈൻ കീമോതെറാപ്പിയാണ്. സെക്കൻഡ് ലൈൻ കീമോതെറാപ്പിയിൽ വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, പ്ലസ് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. പേഷ്യൻറ്റ് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോയപ്പോൾ എല്ലായിടത്തും അവിടെ റെഫ്യൂസ് ആക്കിയത്. അതിനൊന്നും ഫർദർ ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി ചെയ്യാൻ സാധ്യതയില്ലാണ്. അപ്പോൾ ഓൺലി ഓപ്ഷൻ വാസ് സർജറി. അപ്പോൾ ടീം മെമ്പേഴ്സ് എല്ലാവരും ഡിസ്കസ് ആക്കി. നമ്മളെ വൈസ് ചാൻസലർ ആണ് ഒരു സീനിയർ മോസ്റ്റ് ക്യാൻസർ സർജൻ. അയാളാണ് എക്സ് ഡയറക്ടർ ഓഫ് കിദ്വായ് ക്യാൻസർ സെൻറ്റർ ബാംഗ്ലൂർ ആൻഡ് ഇപ്പോഴാണ് ഇതിൻ്റെ വൈസ് ചാൻസലർ. സോ നമ്മൾ ഒരു വലിയ ഡിസ്കഷൻ നടത്തി ഇതിനെ സർജറി ചെയ്തെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ട്യൂമർ ബോർഡ് കൂടി ലോകത്ത് തന്നെ ഒരു 16 എണ്ണമാണ് ആകെ നടന്നിട്ടുള്ളത്. മാക്സിമം എടുത്തത് 60. എങ്ങനെ ധൈര്യം വന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മൾ ഇപ്പോൾ അതെ ഇത് ധൈര്യം പേഷ്യൻറ്റ് പാർട്ടി ഭയങ്കര എൻതൂസിയാസ്റ്റിക്. ഡോക്ടറെ ചെയ്ത് തന്നോ നിങ്ങൊന്നും നമ്മൾക്ക് പേഷ്യൻറ്റിൻ്റെ സൈഡിന് ആണ് ഭയങ്കര ധൈര്യം കിട്ടിയത്. ഏതായാലും നമ്മൾ റെഡിയാണ്, നിങ്ങൾ ചെയ്തു, നമുക്ക് വേറെ ഒരു വഴിയില്ല, ഇതൊരു വഴി മാത്രമേ ഉള്ളതാണ്. നിങ്ങൾ പിന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത പിന്നെ ഇതൊരു വഴി മാത്രമേ ഉള്ളതാണ്, നിങ്ങൾ ചെയ്തോ ഡോക്ടറെ, ഒന്ന് ഏത് റിസ്ക് ആയിരുന്നു നമ്മൾ റെഡി ഉണ്ടാന്ന് പറഞ്ഞു. സെക്കൻഡ് ഓപ്ഷൻ ഈ പേഷ്യൻറ്റ് വളരെ യങ്ങാണ്, 36 years, 2 years ചെറിയ കൊച്ചിയുണ്ട്. അപ്പോൾ ഒരുപാട് ഇമോഷണലും പ്രഷർ
വീണുകൊണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു സ്ത്രീ കൂടെയാണ്, ധൈര്യം ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ധൈര്യം, ഞാനും ഒരുപാട് ധൈര്യത്തിൽ ചെയ്ത കുറേ സർജറീസ് ഉണ്ട്. ഡോക്ടർ പേഷ്യൻറ്റുമായിട്ടും അവരുടെ ബന്ധുക്കളുമായിട്ട് സംസാരിച്ചു. പിന്നെ ഓരാണ് ഗോ ഹെഡ്, എന്ത് വേണമെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് കൃത്യമായ റിസ്ക് ഡോക്ടർ നല്ല കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആക്കി കൊടുത്തു, റിസ്ക് എല്ലാം പറഞ്ഞ്. അപ്പോൾ റിസ്ക് ഹസ്ബൻഡാണ് അയാൾ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് വെൽ ഇൻഫോംഡ് ആൾ. ഹി വാസ് person, doctor, you do, we are willing for all the risk and the expenses, so don't worry of consequences, we are there, we have no other choice, so you do. Do എന്ന് പറഞ്ഞാൽ that is easy, but second thing ആണ് whether we are scientifically correct, അതും നോക്കണമല്ലോ, എത്തിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി കറക്റ്റ്. ഇതാണ് ഔട്ട് ഓഫ് ദ പ്രോട്ടോക്കോൾ. ഇത് ഇപ്പോൾ ടാറ്റ മെമ്മോറിയലിലോ ഇല്ല എവിടെയായാലും പോയി ചോദിച്ചാൽ ഇപ്പോൾ ഇത്ര കാണുമ്പോൾ ഒരു പറയാം ഇത് സർജറി ചെയ്യുന്ന വേണ്ട, അങ്ങനെ സപ്പോർട്ടീവ് കെയർ ഒന്ന് കീമോതെറാപ്പി ട്രൈ ആക്കട്ടെ, ഇല്ല സപ്പോർട്ടീവ് കെയർ കൊടുത്ത്, പിന്നെ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ഗെയിമാണ്. സോ ദാറ്റ് ഈസ് ഇതാണ് ദേ ഓൾറെഡി അറിഞ്ഞതാണ്, അതിനാണ് ദേ ആർ ലുക്കിംഗ് ഫോർ റേ ഓഫ് ഹോപ്പ്. ഡോക്ടർ വിജയകുമാർ സാറിനെ പോലുള്ള ഒരു വിദഗ്ധനായ ഒരാളുടെ പിന്തുണ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. ഡോക്ടർ വിജയകുമാർ ഉണ്ടായിരുന്നു, എൻ്റെ ടീമുണ്ട്, ഡോക്ടർ റോഹൻ ഷെട്ടി, ഡോക്ടർ അമർ റാവ്, പിന്നെ അനസ്തെറ്റിസ്റ്റും പിന്നെ ഇൻറ്റൻസീവിസ്റ്റും എല്ലാം ബാക്കിൽ നമ്മളെല്ലാം വെച്ച് ഡിസ്കസ് ആക്കി ഒരേ പ്രാവശ്യം നമുക്ക് ഇത് ഒരേ ടൈമിന് എടുക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചു. ഇത് സ്റ്റെപ്പ് ടു ഫേസസിൽ എടുക്കണം. ഒരേ ഫേസസിൽ എടുത്താൽ പേഷ്യൻറ്റ് മേ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ്. പെറ്റ് സ്കാൻ നടത്തിയപ്പോൾ ആണ് മനസ്സിലായത് ഇത് ഒരുപാട് സ്പ്രെഡ് ഉള്ളത്. ഡിസ്കഷൻ നടത്തി, സയൻറ്റിഫിക് എവിഡൻസ് എടുത്തു, എക്സ്പ്ലെയിൻ ചെയ്തു, ആൻഡ് ഔട്ട് ഓഫ് ദ പ്രോട്ടോക്കോൾ ആൻഡ് ന്യൂ ബൗണ്ടറി ബ്രേക്കിംഗ് എടുത്ത ശേഷം പിന്നെ ആദ്യം പോയി നമ്മൾ തൊറക്കോസ്കോപ്പി ആക്കി നോക്കി. ഓക്കെ, പിന്നെ മനസ്സിലായി ഇത് തൊറക്കോസ്കോപ്പിയിലൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരുപാട് ചെറിയപ്പോൾ ഫീലാക്കണം ഇവിടെ ഉണ്ടെന്ന്, കാണൂല. ഇങ്ങനെ ലാപ്രോസ്കോപ്പി ഇല്ലെങ്കിൽ റോബോട്ടിക്കലി ചെയ്യാൻ പോയി അങ്ങനെ കാണൂല, ഇല്ല ഫീലാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഓപ്പൺ ചെയ്ത് ആദ്യം തൊറക്കോസ്കോപ്പി ആക്കി ലെഫ്റ്റിലാണ് ആദ്യം നോക്കിയത്, പിന്നെ അതിനെ ക്ലോസ് ആക്കി റൈറ്റ് സൈഡ് ആദ്യം ഓപ്പൺ ആക്കി 13 എണ്ണം എടുത്ത്, all 13 was cancerous. അത് പിന്നെ ആഫ്റ്റർ 4 weeks, ആഫ്റ്റർ 3 weeks സ്റ്റേബിൾ എല്ലാം പേഷ്യൻ്റ് ഡിസ്ചാർജ് ആക്കി വീട്ടിൽ പോയി 1 week വീട്ടിൽ സ്പെൻഡ് ആക്കി, പിന്നെ തിരിച്ച് വന്ന പിന്നെ on the 4th week, ദാറ്റ് മീൻസ് ആഫ്റ്റർ 3 weeks 4th വീക്കാണ് സെക്കൻഡ് സർജറി. സെക്കൻഡ് സർജറി വാസ് മച്ച് മോർ എക്സ്റ്റെൻസീവ്. 17 എണ്ണം എടുത്തു സെക്കൻഡ് സർജറി. 17 എണ്ണം എടുത്തതിൽ പ്ലസ് താഴത്തെ ഒരു വലിയ ലോബ് എടുത്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ ലങ്ങിനെ 2 എണ്ണം ഭാഗമാക്കുക, അപ്പർ ലോബ്, ലോവർ ലോബ്. അപ്പോൾ ലോവർ ലോബിൽ ഒരുപാട് അധികം ഉണ്ടായിരുന്നു, വലുത് ട്യൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ലോവർ ലോബെക്ടമിയും മറ്റെല്ലാം മെറ്റസ്റ്റെക്ടമിനാണ്, ചെറുങ്ങനെ കട്ടാക്കി. ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ സർജറി ചെയ്ത് എടുക്കുമ്പോൾ എത്രയും കൂടി ലങ്സ് വെക്കാൻ കഴിയുമോ അതാണ് ഇമ്പോർട്ടൻറ്റ്. ലങ്സ് അധികം എടുത്താൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് റെസ്പിറേറ്ററി ഫെയിലിയറിന് പോവാം, അപ്പോൾ പേഷ്യൻറ്റ് റിക്കവറി ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഒരു 2 സ്റ്റെപ്പ് നടക്കുമ്പോൾ ശ്വാസം മുട്ടത്ത് നടക്കും. സോ ദാറ്റ് ഈസ് ദ ഇതാണ്, വി ഹാവ് ടു ഗിവ് നോർമൽ ലൈഫ് ആൻഡ് നോർമൽ ബ്രീതിങ്. അപ്പോൾ ഇരിക്കുന്നോടെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കൊണ്ടുണ്ടാലും ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു ഹവ് ഡൺ ഈസ് ഗുഡ്. രണ്ടാമത്തെ ലങ്സിലെ സർജറി എടുത്തു 4 ആഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ സർജറി ചെയ്തപ്പോൾ ഇൻഫീരിയർ ലോബ് ഫുള്ളായി എടുത്തു. പ്ലസ് ടോട്ടൽ നമ്പർ 17 ആണ് ഒരു ലോബും, പിന്നെ ഒരുപാട് വേറെ ഒരു 12 എണ്ണം വേറെ എടുത്തു. അപ്പോൾ ഈ 17 എടുത്തതിലാണ് 7 പോസിറ്റീവ് വന്നു. അപ്പോൾ പിന്നെ നമ്മൾ പേഷ്യൻറ്റ് ഒരുപാട് പോസ്റ്റ് ഓപ്പറേറ്റീവ് കുറച്ചും കഷ്ടമുണ്ടായിരുന്നു. ഒരുപാട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഭയങ്കര കുറച്ച് സെക്കൻഡ് സർജറി കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇമ്മീഡിയറ്റ് സർജറി കഴിഞ്ഞപ്പോൾ പേഷ്യൻറ്റ് വാസ് വിത്ത് സീരിയസ്. 3, 4, 5 days നമ്മൾ ഒരുപാട് ടെൻഷനിലും
പേഷ്യൻറ്റിനെ കണ്ടിന്യൂസ് മോണിറ്ററാക്കി ICU വെൻറ്റിലേഷൻ പിന്നെ തിരിച്ചെടുത്തു. എനിക്കിങ്ങനെ പെട്ടെന്ന് പിന്നെ 5 days ആണെങ്കിൽ നല്ല റിക്കവറി ഉണ്ടായിരുന്നു. റിക്കവറി ആയ പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റാക്കി ട്യൂബെല്ലാം എടുത്ത് പിന്നെ ഡിസ്ചാർജ് ആയിപ്പോയി. പേഷ്യൻറ്റ് ഒരുപാട് ഭയങ്കര പോസിറ്റീവ് പേഷ്യൻറ്റ്, നോട്ട് അറ്റ് ഓൾ നെഗറ്റീവ്, സ്മൈലിങ്, ഹാപ്പി. അപ്പോൾ ആടുന്നു ICU ആടുന്ന് നമുക്ക് ഇതാക്കാം, കോൺഫിഡൻസ് തരാം പേഷ്യൻറ്റ്. ഡോക്ടർ ഡോണ്ട് വറി, ഐ എം ഓക്കെ. അതാണ് ആ പേഷ്യൻറ്റിൻ്റെ ഒരു ഭയങ്കര ഒരു ഇതിലുള്ള പേഷ്യൻ്റാണ്. പോസിറ്റീവ്, ഐ വിൽ ബി ഓൾ റൈറ്റ് എന്ന് അങ്ങനെയുള്ള പേഷ്യൻ്റാണ്. ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ള പേഷ്യൻ്റാണ്. വി ആർ പ്ലാനിങ് ടു patient is already, we have started on a special drug known as imatinib. So this drug is a tyrosine kinase inhibitor ആണ്. ആൻഡ് എടുത്ത സാധനത്തിന് നമ്മൾ ഒരുപാട് ജനറ്റിക്കും പിന്നെ സ്റ്റഡീസിന് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റഡീസിൽ നമുക്ക് ഈ ക്യാൻസറിന് പാത്വേസ് ഉണ്ട്. ഇപ്പം ഈ ക്യാൻസർ സെൽസിന് വളക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടും. ഒരു പാത്വേ ഉണ്ടാകുന്നു ജനറ്റിക്കലി മ്യൂട്ടേഷനായി. ആ പാത്വേനെ നമ്മൾ പാത്വേ ഉള്ളതാണെന്ന് നോക്കണം. ആ പാത്വേനെ നമുക്ക് ബ്ലോക്ക് ആക്കണ ഡ്രഗ് ഉണ്ടാകുന്ന നോക്കണം. അന്നെങ്കിൽ നമുക്ക് ആ പാത്വേ കണ്ടുപിടിച്ച് ആ ഡ്രഗ് ഏതെങ്കിലും ഡ്രഗ് അതിനെ ബ്ലോക്ക് ആക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വി ആർ ഏബിൾ ടു ബ്ലോക്ക് ദ ക്യാൻസർ ഗ്രോത്ത്. ആ ക്യാൻസർ ഗ്രോത്ത് ബ്ലോക്ക് ആക്കിയാൽ ഈ ക്യാൻസർ പിന്നെ തിരിച്ച് മുമ്പോട്ട് പോകില്ല. So we will get a durable chance of longer survival of the patient. And the future of cancer is not just surgery or chemotherapy. Future of surgery is trying to stop its growth by using drugs that blocks its growth, not killing it but blocking its growth. ഇതാണ് ഒരു സീഡ് ഉണ്ടെന്ന്. സീഡിന് വെള്ളമില്ല എന്തും ഇല്ല, നമുക്ക് സീഡ് അങ്ങനെ ഉണ്ടാവാം. ഇറ്റ് വോണ്ട് ഗ്രോ. ഇപ്പോൾ അതാണ് ഫ്യൂച്ചർ. ഇപ്പോൾ ഒരുപാട് കുറേ ഡ്രഗ്സ് ഉണ്ട്, ബട്ട് ദേ ആർ നോട്ട് ബിക്കം 100% റിസൾട്ട്സ് ഒന്നുമില്ല. ബട്ട് 1 or 2 ഡ്രഗ്സ് ആർ റിയലി ഗുഡ്. ഇതേ ഡ്രഗ് ഞാൻ പറഞ്ഞ ഇമാറ്റിനിബ് ക്രോണിക് മൈലോയിഡ് ലുക്കേമിനെ ഒരുപാട് ബ്ലോക്ക് ആക്കി. പിന്നെ ഒരു ജിസ്റ്റ് എന്നൊരു ട്യൂമറുണ്ട്, അവിടെ നമ്മൾ യൂസ് ആക്കി അതിനെ ബ്ലോക്ക് ആക്കി. അപ്പോൾ ഒരുപാട് പണ്ട് ഈ പേഷ്യൻറ്റ് 1-2 ഇയേഴ്സിന് ഇപ്പോൾ ഒരു 10 years 8 years അങ്ങനെ നീട്ടാൻ കഴിഞ്ഞു. സോ ഫ്യൂച്ചർ ഓഫ് ക്യാൻസർ ഈസ് ഹെവി റിസർച്ച് നടക്കുന്നുണ്ട്. സോ എനി പേഷ്യൻറ്റ് ഇഫ് 3-4 years നമ്മൾ പിടിച്ച് നിർത്തിയാൽ അഥവാ ഒരു ഡ്രഗ് വരാൻ മതി, പിന്നെ അത് യൂസാക്കി പിന്നെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. So we should always be hopeful of doing the best unless the patient is in terminal stage. That is the thing. And solid tumors important is one of the most important treatment is a good surgery. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വളരെ എക്സ്പെൻസീവ് എന്നാണ് എല്ലാവരുടെയും ധാരണ. എന്താണത്? ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അത്രയൊന്നും എക്സ്പെൻസീവ് വരില്ല. ഇപ്പോൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ എക്സ്പെൻസീവ് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ പ്രൈവറ്റ് setup, infrastructure cost, surgical cost is a profit making. So there are institutions, trust hospitals, medical colleges, small hospitals, direct patient doctor poya, they will get at a very affordable cost. Pinne varunadana drug cost. The drug costs are, the older drugs are cheaper and we are getting generic products. The new drugs are imported and they are from the pharmaceutical companies who research molecule ആണ്. They want to make their money before it goes to generic. അങ്ങനെയാണ് it is costly. So ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് നമ്മൾ റിസർച്ചിൽ നടത്തുന്നുണ്ട്. We should be able to get drugs research on our own and the drugs will be cheaper. Third world is always, whenever they come with the product, it is cheaper. When the drug or anything comes from the western or the developed world, they are the research, they try and put money for research and they try to make a big profit initially. So it is expensive. Our research in the patents endayanakke ee drug inde cost korana. So it is simple. Adyam, for example, breast cancer ne oru drug undayirunnu, tartuzumab. Thodakkathil about 10 years 15 years back oru vial ni 1 lakh.
Now same we can get one vial for 20,000 rupees because India is manufacturing it. Patency is over, so we are able to get it cheaper. So this is how the drug will become cheaper. The drugs are the expensive. Surgery is not that very expensive. And our hospital, Annapaya Medical College Hospital, it's a medical college hospital, so it is subsidized to the patient in the general ward. Karnataka patient BPL card it is free. Kerala patient the charge is what the government is giving for example breast cancer surgery 25,000 rupees on government charge. That charge we take from the other patient. Whether or card on that same thing. Same thing is also we follow in my own private setup also. Where Mangalore Institute of Oncology, we also do the same thing for the patient. If patient is poor, having BPL card, we don't want, we will give the same as what Karnataka patient is getting for patient who don't have BPL card from other states. Cancer that is a very major issue on it. It is one of the most important cancer treatment most important. One, prevent cancer from coming. That is why you can be saved. So how to prevent? Good lifestyles. And second important thing on early detection. Early detection cheyidale two surgical work ori part cheradava. Second, very expensive drugs in the avashyam undavilla. Delay in diagnosis is because very deep seated cancers mensilavilla. So there is patient symptomatic illa doctors there will be a delay. So we cannot help. One part of breast cancer, breast self examination, physician examination, ultrasound of breast and mammogram of the breast. These are the screening ways to detect early. Most important is patient they should be alert or they should be suspicion or suspicion doctor. But doctor also should be always mindly what the mind will has, the eye will see or the we will think for it. So it is important any patient having a complaint, we should find why the complaint is there. And patient themselves, whenever they have a complaint, they should also cancer illan theermanchi illa velya asugonu illan theermanchi pinne vidana. So adu cheyan vendi cheriyoru expenses undavu, investigations, doctor consultation, but it is worth enda parnal it is our life. We have only one life. And any amount of money, any amount of wealth, once it is over, towards the end you spend, it doesn't make any difference. Adyam we have to be alert and thereby early detection can actually save cancer patients at least to the tune of 70 to 80%. Pinnevari 20%, whether you detect early, whether you are not able to detect early, may not make difference because the nature of the disease is bad. Angane aggressive valakana cancer aambakku aarikku onnum pidikkan kayilla because ippolla nammade treatment therapies is not able to catch the foundation of the cancer. Idana we are looking for, to catch its basic structure nu pidiyana. Namme porthunu tachi kollan nokkunnu. We are trying to beat from outside and catch it. There is what is that, catch it from its roots. Then we will be able to cure cancer. It is a question of time. Another 10-15 years, the research at what you call genetic level and molecular level, we will be able to catch most of, not if not all, most of the cancers will have drugs, methods to at least prevent it from growing further. Arrest aaki vechalum madi. Cancer inde velya prashna endana, it keeps growing, valnondu pom, spread avum. Even if I aada pudichi vechalum,
then there is no problem. Patient can keep. ഒരുപാട് പേഷ്യൻസ് ഉണ്ട് പെട്ടെന്ന് their own body systems or something the cancer becomes static. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും 1 year ആണ്. Patient after 1 year smile ആയിക്കൊണ്ട് വരും. Sir, doctor, you said 1 year I am alive. But this happens rarely. So we should know that cancer is a very ഭയങ്കര variety of disease ആണ്. എത്രയോ ക്യാൻസർസ് നമ്മുടെ ബോഡിയിൽ ആവാൻ സാധ്യതയുണ്ട്. എത്രയോ മെക്കാനിസംസ് ഹൗ ദിസ് ക്യാൻസർ ഹാപ്പൻസ്. സോ ഡിഫറെൻറ്റ് ഇത് സെയിം മലേറിയ പറഞ്ഞാൽ ഇറ്റ്സ് വൺ ഇതാണ് പാരസൈറ്റാണ് ബോഡിയിലുണ്ട്. വി നോ ദ പാരസൈറ്റ്. ട്യൂബർക്ലോസിസ് പറഞ്ഞാൽ വി നോ ദർ ഇസ് വൺ. ഇത് അങ്ങനെയല്ല. ദർ ഈസ് ഡിഫറെൻറ്റ് വേസ് ഇറ്റ് വിൽ കം. ഈ എനപ്പോയ മെഡിക്കൽ കോളേജിൽ റോബോട്ടിക് സർജറി ഡോക്ടർ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ 3 years ബാക്കാണ് നമ്മൾ റോബോട്ടിക് സിസ്റ്റം വാങ്ങിയത്. അപ്പോൾ സിയോലിൽ പോയി, സൗത്ത് കൊറിയയിൽ പോയാണ് നമ്മൾ ട്രെയിനിങ് നടത്തി തിരിച്ചു വന്നു. ഇത് അഡ്വാൻറ്റേജ് ഓഫ് റോബോട്ടിക് സർജറി എന്താണ്? ദിസ് റോബോട്ട് ഈസ് ലൈക്ക് സ്ലോലി ഇങ്ങനെ ഈ എല്ലാം അഡ്വാൻസ് ആണെങ്കിൽ സർജറീൻ്റെ അഡ്വാൻസ്മെൻ്റ് ആണ് robotic laparoscopic surgery, then it has become robotic surgery. It is using computer and optics and instrumentation. Idu moonu they have used to make the surgery more precise and more easier for the surgeon. നമ്മൾ കാറുകളാണൊക്കെ പണ്ടത്തെ കാറ് റിവേഴ്സ് എടുക്കണം, ഗിയർ ഇടാൻ ഒരുപാട് കഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ, ഓപ്റ്റിക്സ്, ക്യാമറാസ് എല്ലാം വെച്ച് റിവേഴ്സോ ടർണിങ്ങോ ഇസ് ഈസി. സോ സെയിം വേ ദ റോബോട്ടിക് ഈസ് അറ്റ് ദ early phase. ആസ് ഇറ്റ്സ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ട് പോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം മോർ ആൻഡ് മോർ ബെറ്റർ. ആൻഡ് റോബോട്ടിക് സർജറി ബെനിഫിറ്റ് വിഷൻ വൈസ് ഒരു സാധനം നമുക്ക് ബോഡീൻ്റെ ഉള്ളിൽ കാണുന്ന 10 times ബിഗർ വിത്ത് എ 3D ഇമേജ്. It's a 3D image. It's not a 2D. നമ്മൾ ടി വിയിൽ നോക്കി കണക്കൊന്നുമല്ല. ഇറ്റ് ഈസ് എ 3D ഇമേജ്. അപ്പോൾ കണ്ണ് ഇതാണ് നമ്മൾ റോബോട്ടിലേക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് മൈ ഐസ് ഈസ് ഇൻസൈഡ് ദ അബ്ഡോമൻ, ബാറ്റിൻ്റെ ഉള്ളിലുള്ള കണക്കാവും, നെഞ്ഞിൻ്റെ ഉള്ളിലുള്ള കണക്കാവും. സോ മൈ ഐസ് ഈസ് ഓൾമോസ്റ്റ് ദെയർ ആൻഡ് മൈ ഫിംഗേഴ്സ് ആർ ടിപ്സ് ആർ ദെയർ ഇൻസൈഡ് ദ അബ്ഡോമൻ വിതൗട്ട് പുട്ടിങ് മൈ ഹാൻഡ് ദെയർ. This is all transmitted through the computer and this through the instrumentation. ഇതാണ് അഡ്വാൻറ്റേജ്. സോ ചെറിയ സ്മോൾ ഇൻസിഷൻസ് ചെയ്ത് ഈ മെഷീൻസിനുള്ളിൽ വിട്ട് then we can operate from the console and do the surgery with more precision and more better vision. Third thing, കയ്യിലെ ചെറിയ ബെറ എല്ലാം ഫിൽട്ടറാവും. അതും ഇൻക്രീസസ് ദ പ്രിസിഷൻ. സോ ചെറിയ ചെറിയ നെർവ്സും അനസ്റ്റമോസിസ് എല്ലാം വളരെ നീറ്റായി ചെയ്യാൻ സാധ്യതയുണ്ട്. അറ്റ് പ്രസൻറ്റ് ഡിസഡ്വാൻറ്റേജ്, വൺ മേജർ ഡിസഡ്വാൻറ്റേജ് ആണ് കോസ്റ്റ്. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ടു ബൈ എ സിസ്റ്റം ആൻഡ് ദെൻ they have made it very expensive because they are having the monopoly. So they made it expensive. But it's a question of time. 5 years, 10 years, many manufacturers will come, technology will become cheaper, then it will become cheaper, then it will be there in most of the hospitals. സർജനും പേഷ്യൻറ്റിനും ഒരുപോലെ സൗകര്യമാണ്, അധികം മുറിവുണ്ടാവില്ല സർജറി. അതാണ് അഡ്വാൻറ്റേജ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ ഒരുപാട് കുറവാണ്, ഓപ്പൺ സർജറിനായിട്ട് ഒരുപാട് കുറവാണ്. ഇപ്പോൾ എനപ്പോയിൽ റോബോട്ടിക് സർജറി ഉണ്ട്. വി ആർ ഡൂയിങ് അറ്റ് എ വെരി ചീപ്പ് റേറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് cheapest in India. BPL patient from Karnataka, if patient has to go for robotic surgery, it is free through the BPL. Outside Karnataka, they come, if they are in general ward BPL, same charge as BPL. We are not charging more. But payment patient, we charge them 1 lakh extra for the surgery, for the robotic surgery. So it's a very ഊണ്ട് ചെറുതായിരിക്കും, പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി ഫാസ്റ്റാണ്, ആൻഡ് ബെറ്റർ ഡിസെക്ഷൻ. ഈ യൂസോഫേഗസ് ക്യാൻസർ, അണ്ണനാളി ക്യാൻസർ ആണെന്ന് പറയാം. യൂസോഫേഗസ് ക്യാൻസർ ലിംഫ് നോഡ് പണ്ട് ചെസ്റ്റിന് കട്ടാക്കി ഓപ്പണാക്കി നമ്മൾ ചെയ്യുന്നതാണ്, കംപ്ലീറ്റ് ക്ലിയർ ആക്കണമെങ്കിൽ. ഇപ്പോൾ ഈ മെഷീൻ കിടത്തിയാൽ മതി,
ലൈക്ക് എ കീ ഹോൾ സർജറി. കീ ഹോൾ സർജറി ഇതാണ് കീ ഹോൾ തന്നെ. കീ ഹോൾ മെഷീനിൻ്റെ ഉള്ളിലിട്ട് വി ക്യാൻ ഡു എ വെരി ഗുഡ് ക്ലിയറൻസ് ത്രൂ ദ റോബോട്ടിക് സർജറി. പിന്നെ പേഷ്യൻറ്റ് റിക്വയർ ഈസ് വെരി ഫാസ്റ്റ്. ഈ പേഷ്യൻറ്റിന് ദിസ് മെറ്റാസ്റ്റാറ്റക്ടമി പേഷ്യൻറ്റിനും ഞാൻ ആദ്യം റോബോട്ടിൽ ചെയ്യണം എന്ന് നിരീക്ഷിച്ചു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഒരുപാട് സ്മോൾ മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് നമുക്ക് ഫീലാക്കി എടുത്തതാണ്. വി നീഡ് ടു ഫീൽ ഓൾസോ. So the disadvantage of robot is there is no feel. It is like the machine tip does not have sensitivity. നമ്മൾ ഫിംഗർ ടിപ്പിന് സെൻസേഷൻ ഉണ്ട്. അപ്പോൾ ഈ മെഷീൻ ടിപ്പിന് സെൻസേഷൻ ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് ബൈ ദ സൈസ് ഇൻക്രീസ് ഇൻ സൈസ് ഈസ് വാട്ട് വി ഡു. ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ ഒരു നീഡിലിനെ ത്രെഡ് ഇടുന്ന കണക്കിയാണ്. ത്രെഡ് ഇടുമ്പോൾ നമ്മൾ ഫീലിൽ ചെയ്യുന്നില്ല. ബൈ സൈറ്റ് വി ഡു. By sighting the hole we pass the needle. So we don't need to have any feel. But when we are doing open surgery, we have this extra sensation that extra what we get with open surgery is the feel. That the robotic surgery or the to a certain point laparoscopic surgery we don't get. That is a disadvantage of the laparoscopy. That is why some places ഇത് ചെയ്യാൻ കഴിയില്ല. എപ്പോഴും ഒരു പുതിയ പാത വെട്ടിത്തുറക്കാനാണ് ഏറ്റവും പ്രയാസകരം. ഒരു പാത ഒരാൾ വെട്ടിത്തുറന്നു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്നവർക്ക് വളരെ സൗകര്യപ്രദമായി അതുവഴി സഞ്ചരിക്കാൻ കഴിയും. അതുപോലെയാണ് വൈദ്യശാസ്ത്ര രംഗത്ത് ഡോക്ടർ നൽകിയ സംഭാവന. ശ്വാസകോശം തുറക്കുകയും 30ഓളം ട്യൂമറുകൾ അതിനകത്തുനിന്ന് നീക്കം ചെയ്യുകയും ആ പേഷ്യൻ്റ് വളരെ സുഖമായി കഴിയുകയും ചെയ്യുന്നു. ഇനി വരുന്നവർക്കുള്ളൊരു ധൈര്യമാണ് അദ്ദേഹം നൽകിയത്. ലോക റെക്കോർഡോടുകൂടി ഈ മഹത്തായ കാര്യം ചെയ്ത ഡോക്ടറിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഞങ്ങളോടൊപ്പം ഇന്ന് സഹകരിച്ചതിന് നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഡോക്ടർ.